പമ്പയിൽ നടക്കുന്നത് അയ്യപ്പ സംഗമമല്ല, മറിച്ച് LDFന്റെ രാഷ്ട്രീയ സമ്മേളനമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. സാമ്പത്തിക സ്രോതസ് ലക്ഷ്യമിട്ടാണ് വ്യവസായികളെ ക്ഷണിച്ചിരിക്കുന്നത്. പോസ്റ്ററുകളിൽ അയ്യപ്പന്റെ ചിത്രമില്ല എന്നും മുഖ്യമന്ത്രി മാത്രമാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം സാമുദായിക സംഘടനകൾ തിരിച്ചറിയണമെന്നും MD രമേശ് ആവശ്യപ്പെട്ടു. ദ്വാരകപാലകനെയോ സ്വർണമോ സംരക്ഷിക്കാൻ കഴിയാത്ത ദേവസ്വം ബോർഡ് എങ്ങനെ ശബരിമല വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അയ്യപ്പ സംഗമമല്ല സത്യത്തിൽ നടക്കുന്നത്. പമ്പയിൽ നടക്കുന്നത് LDFന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ്. സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു LDFന്റെ രാഷ്ട്രീയ സമ്മേളനമാണ്. അതിൽ ആകെ പങ്കെടുക്കുന്നത് LDFന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. അവരെന്തിനാ പമ്പയിൽ പോയി പങ്കെടുക്കേണ്ടത്? അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടിയാൽ പോരെ. പിന്നെ കുറേ പണക്കാരെ വിളിക്കുന്നുണ്ട്. ആ പണക്കാരെ വിളിക്കുന്നത് LDFന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയാണ്. ഈ വലിയ വലിയ വ്യവസായികൾ, മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഏർപ്പാടാണ്. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സംഗമത്തിൽ അയ്യപ്പൻ പോലുമില്ല. നിങ്ങളതിൻ്റെ അവരുടെ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പണമുണ്ട്, അയ്യപ്പനെ കാണാനില്ലല്ലോ. അപ്പോൾ അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത്. അതൊരു ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ്. ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് കരുതിയിരിക്കണം, അയ്യപ്പ വിശ്വാസികൾ കരുതിയിരിക്കണം.